ആലോചിച്ചു. എന്നെ കണ്ടോളാം. എന്താണ് സംഭവിച്ചത്? നമ്മളാണോ വേണ്ടെന്ന് വെച്ചത്? അത് നമ്മുടെ ഉള്ളിൽ നിന്ന് യേശുവിന്റെ കൃപാവരം പ്രവർത്തിച്ചത് കൊണ്ടാണോ? അങ്ങനെ ഒരു പ്രവർത്തനം നമ്മളിൽ നടക്കുന്നുണ്ട്. ഇതാണ് പൗലോസ്ലീഹ പറയുന്നത്. ഇവിടെ ഒരാൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പൗലോസ്ലീഹ പറഞ്ഞു, ഇച്ഛിക്കുന്ന നന്മയല്ല നമ്മൾ ചെയ്യുന്നത്, ഇച്ഛിക്കാത്ത തിന്മയാണ്. ഇച്ഛിക്കാത്തതാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. അത് സ്വന്തം അനുഭവമായിട്ടാണ് പറയുന്നത്. ये मेरा अनुभव है, मैं जब भलाई करना चाहता हूँ परंतु कर डालता हूँ बुराई जो मैं नहीं करना चाहता. ആ അനുഭവം എന്നുള്ള വാക്ക് എന്നെ വളരെ സ്പർശിച്ചു. ഹിന്ദി ബൈബിളിൽ അങ്ങനെയാണ്. ये मेरा अनुभव है. ഇതാണ് എന്റെ അനുഭവം. ഞാൻ തന്നെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ചെയ്തു പോകുന്നതോ ഞാൻ ആഗ്രഹിക്കാത്ത തിന്മയാണ്. ഞാൻ ആഗ്രഹിക്കാത്തത്, ഞാൻ ഇച്ഛിക്കാത്തതാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യുന്നത് ഞാനല്ല, മറിച്ചാരാ? എന്നിൽ കുടികൊള്ളുന്ന. അങ്ങനെ ഞാൻ ഒരു തത്വം കണ്ടുപിടിച്ചിരിക്കുന്നു. I discovered a principle working in my body, that when the law is in my heart, there is another law working in my body. അപ്പോൾ നമ്മൾ പാപത്തെ കുറിച്ചും പഠിക്കണം. എന്താണ് പാപം? പാപം എങ്ങനെ ഉണ്ടായി? പാപത്തിന്റെ പ്രവർത്തനം എന്താണ്? പാപത്തിന്റെ പ്രവർത്തനം മനുഷ്യന്റെ കൺട്രോളിലൂടെ അല്ല. അതാണ് ഇച്ഛിക്കുന്ന നന്മ ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ഞാൻ ചെയ്തു പോകുന്നതോ ഞാൻ ഇച്ഛിക്കാത്ത തിന്മയാണ്. റോമർ 7:19 മുതൽ. എന്നിട്ട് അതിന്റെ അവസാനം പറയുകയാണ്, ഭൂമിയിൽ ആരെന്നെ ഇതിൽ നിന്ന് മോചിപ്പിക്കും? ഞാൻ എത്ര ദുർബലനായ മനുഷ്യൻ, ആരെന്നെ ഇതിൽ നിന്ന് മോചിപ്പിക്കും? അതിന് ഉത്തരം എന്താ പറയുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ദുർബലനായ മനുഷ്യൻ, വിമോചനമേ. പ്രായമുള്ളവർക്ക് അറിയാം പാടി. പഴയ കാലത്തെ കരിസ്മാറ്റിക്കുകൾ പാട്ടാണ് ഇല്ലേ? ആദ്യകാലങ്ങളിലൊന്നും പാടിയിരുന്നാണ്. പാടുന്നത് പാടാൻ കേൾക്കാറില്ല. ഞാൻ ഭഗനായ മനുഷ്യൻ, എനിക്കാണ് വിമോചനമേകും പരമേശ്വരൻ മാത്രം, പരമോന്നതനെന്നും. എല്ലാവരും ഞാൻ ഭഗനായ മനുഷ്യൻ, എനിക്കാണ് വിമോചനമേകും പരമേശു മഹേശൻ മാത്രം, പരമോന്നതനെന്നും സ്തോത്രം. ഈ 7-ാം അധ്യായം നമ്മൾ 3, 4, 5, 6, 7, 8 ഇത് മുഴുവനും ദൈവനീതിയെ കുറിച്ചാണ്. അത് നിങ്ങളൊന്ന് വായിക്കുമ്പോഴാണ് ശരിക്കും മനസ്സിലാവും. ഇനി നമ്മൾ അബ്രാഹത്തിന്റെ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു വചനം പറഞ്ഞവിടെ വെച്ചിരുന്നു. അതിനിപ്പം അർത്ഥം മനസ്സിലാവും. എന്തായിരുന്നു അബ്രാഹത്തിന്റെ വിശ്വാസത്തിന്റെ ഒരു കാതൽ? ശ്രദ്ധിക്കണം എല്ലാവരും. കഴിഞ്ഞേ 4-ാം അധ്യായം 4-5 വചനത്തിൽ പറയുകയാണ്. റോമർ 4-5 വചനം പറയുന്നത് എന്താ? ജോലി ചെയ്യുന്നവന്റെ കൂലി കണക്കാക്കപ്പെടുന്നത് ദാനമായിട്ടല്ല, അവകാശമായിട്ടാണ്. ജോലി ചെയ്യുന്നവന്റെ കൂലി
ദാനമായിട്ടല്ല, അവകാശമായിട്ടാണ്. 5-ാമത്തെ വചനമാണ് പ്രവൃത്തികൾ. എല്ലാവരും ശബ്ദം ഉയർത്തി. പ്രവൃത്തികൾ കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്നവനെ വിശ്വസിക്കുന്നവന്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെടുന്നു. വളരെ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ, അല്ലേ? പ്രവൃത്തികൾ കൂടാതെ തന്നെ എന്ന് പറഞ്ഞെല്ലാവരും, പ്രവൃത്തികൾ കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്നവനെ വിശ്വസിക്കുന്നവന്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെടുന്നു. അതാണ് 3-ാം അധ്യായത്തിൽ നമ്മൾ കേട്ടത്. ഇപ്പോൾ ഇതാ നിയമത്തിലൂടെ അല്ലാതെ ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. അതാണ് യഥാർത്ഥ വിശ്വാസം. അബ്രഹാം മുതലുള്ള അതായത് ജോലി ചെയ്യുന്നവന് കൂലി കിട്ടുന്നത് ദാനമായിട്ട് അല്ല, ജോലിയുടെ വേതനമാണ്. അബ്രഹാത്തിന് വിശ്വാസം കിട്ടിയത് എന്തായിട്ടാണ്? വേതനമായിട്ടാണോ ദാനമായിട്ടാണോ? ദാനമായിട്ട്. ആ ദാനമായിട്ട് കിട്ടിയിരിക്കുന്ന വിശ്വാസത്തിന്റെ രഹസ്യം പാപിയായിരിക്കെ, അത് 5-ാമത്തെ അധ്യായത്തിൽ വേണ്ടി നോക്കാം. 5:19 നോക്കി. 5:19 എങ്ങനെയാണ്? മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകം പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യന്റെ അനുസരണത്താൽ അനേകം നീതിയുള്ളവരാകും. അതായത് പാപം നമുക്കെതിരെ പരിഗണിക്കാതെ 2 കൊരിന്ത്യസ് 5 നോക്കാം. വീണ്ടും 5-ലേക്ക് വരാം. 2 കൊരിന്ത്യസ് 5 ആ പുതിയ സൃഷ്ടിയാകുന്നതാണ് അതിനെക്കുറിച്ച് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. 2 കൊരിന്ത്യസ് 5:19 ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ, മനുഷ്യന്റെ പാപം ദൈവം അവന് എതിരായി പരിഗണിക്കുന്നില്ല. ഇത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ലത്തീൻ കുർബാനയിൽ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓ ഫാദർ, don't look at our sins but look at the faith of your church. അതെങ്ങനെയാ മലയാളത്തിൽ? ഞങ്ങളുടെ ആദ്യം ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്തുകൊണ്ട് ഞങ്ങളെ സമാധാനം നൽകി. ഞങ്ങളുടെ പാപം പരിഗണിക്കാതെ. ഇത് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ദൈവം കൃപ നീതി നമുക്ക് നൽകുന്നത് നമ്മുടെ പാപത്തെ അളന്നു തൂക്കിയിട്ടല്ല, നമ്മുടെ പാപത്തെ പരിഗണിക്കാതെയാണ് വിശ്വാസം വന്നിരിക്കുന്നത്. അതാണ് നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ സൗജന്യമായി നീതി നൽകപ്പെട്ടു. നമ്മുടെ പാപം പരിഗണിക്കാതെ. അതാണ് ദൈവത്തിന്റെ കരുണ. നമ്മൾ ഒരാള് കീഴ്ക്കോടതിയിൽ ഒരു വധശിക്ഷയ്ക്ക് വിധിച്ചു. അയാൾ ഹൈക്കോടതിയിൽ അപ്പീൽ പോയി അവിടെയും വധശിക്ഷയ്ക്ക് വിധിച്ചു. അയാൾ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി അവിടെയും വധശിക്ഷയ്ക്ക് വിധിച്ചു. ഇനി നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ച് ഇനി എന്താ വഴി? ദയായാചന.
ഇത്രയും നാള് എല്ലാ കോടതിയും പരിഗണിച്ചു ഇവനെ കൊലപാതകയാണ്, ഇവനെ കൊല്ലണം, വധശിക്ഷ നടപ്പാക്കണം എന്ന് ശരിവെച്ച ആ കേസ് ദയായാചനയ്ക്ക് ചെന്നപ്പോൾ അതിൻ്റെ മെറിറ്റ്സ്, അതിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ കണക്കിലാക്കിക്കൊണ്ട് പ്രസിഡന്റ് അവന് ദയ അനുവദിച്ചു. അവന് വെറുതെ വിട്ടു. ബാക്കിയുള്ളവരൊക്കെ വിട്ടിയതാണ്. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ദൈവത്തിൻ്റെ സാധാരണ പരിപാടി. മനസ്സിലാവുന്നുണ്ടോ? അതാണ് കരുണ, ദയ എന്ന് പറയുന്നത്. ദയായാചന വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. അതിന് വേറൊരു നാടകീയമായ അവതരണം ഞാൻ പറയാം. യേശു കുരിശിൽ വധിക്കപ്പെട്ട ദിവസം നടന്ന ഒരു സംഭവം. അന്ന് 3 ഭീകരന്മാരെ ആണ് കൊല്ലേണ്ടിയിരുന്നത്. 2 പേര് അപ്പുറം കടന്നു മരിച്ചു. 3-ാമതൊരുവൻ അന്ന് കൊല നടപ്പാക്കേണ്ടത്, വധശിക്ഷ നടപ്പാക്കേണ്ടവനായി അവൻ ജയിലിൽ ഇരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും അവനെ ഒന്ന് വിളിക്കാം, എപ്പോൾ വേണമെങ്കിലും അവനെ തൂക്കുമരത്തിൽ കയറ്റാം. അങ്ങനെ അവൻ നിമിഷങ്ങൾ എണ്ണിക്കൊണ്ട് ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അത് തുറന്നു. ഇതാ ആരാച്ചാരൻ അകത്ത് വരുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നോക്കുമ്പോൾ ആരാച്ചാരനല്ല വരുന്നത്, ജയിലിന്റെ സൂപ്രണ്ടന്റ് വരിക. അവൻ വന്നിട്ട് പറഞ്ഞു, നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു. എന്നീ പറയുന്നത് ഈ മരിക്കാൻ നേരത്ത്, കൊല്ലാൻ നേരത്ത് തമാശ പറയുകയാണ്. ഇല്ല, ഇതാണ് ഓർഡർ. നിന്റെ പേര് KP ബറാബാസ്, 330 നമ്പർ. ഇതാ നിന്നെ വെറുതെ വിടാൻ ഓർഡർ ആയിരിക്കും. ഓർഡർ സത്യമാണ് നിന്നെ പറയുന്നത്. ഇതെങ്ങനെ സംഭവിക്കും? എന്നെ കീഴ്ക്കോടതിയിൽ, മേൽക്കോടതിയിൽ, സുപ്രീം കോടതിയിലും എന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചത് എങ്ങനെ ഒരു രാത്രി കൊണ്ട് മാറ്റും? ഇനി ഒരു കോടതിയും എനിക്ക് വേണ്ടി വിധിക്കാനില്ല, ഒരു കോടതിയും എനിക്ക് അപ്പീൽ പോകാനില്ലാത്ത സ്ഥലത്ത് എങ്ങനെ ഇത് സംഭവിക്കും? നീ അകത്ത് നിൽക്കാൻ പാടില്ല. നിന്റെ ജയിലുകൾ, നിന്റെ ബെല്ലുകൾ അയക്കും. പുറത്തുമായി ഞാൻ പറഞ്ഞുതരാം. ഇതാ ആ നഗരെ, ആ മലമുകളിലേക്കൊന്ന് നോക്കും. ആ മലമുകളിൽ കാണുന്നത് എന്താ? 3 കുരിശുകളിൽ 3 പേർ അവിടെ മരിച്ചിരിക്കും. നീ ആ നടുവിലുള്ള കുരിശിൽ തൂക്കപ്പെടേണ്ടവരായിരുന്നു. നിന്റെ ശിക്ഷയും നിന്റെ പാപവും നിന്റെ ശിക്ഷയും മറ്റൊരാൾ ഏറ്റെടുത്തുകൊണ്ട് നിന്നെ പ്രതി, നിനക്ക് പകരം അവൻ മരിച്ചുകൊണ്ട് നിന്നെ വെറുതെ വിട്ടു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതെ, ഇത് മനസ്സിലാക്കുക. കർത്താവിന്റെ പ്രവൃത്തിയാണിത്, നമ്മുടെ ഇതാണ് വിസ്മയനീയത എന്ന് പറയുന്നത്. അവൻ അങ്ങോട്ട് നോക്കി, അവൻ ചോദിച്ചു, ആരാണ്? അത് നസറായനായ യേശു.
സ്നേഹമുള്ളവരെ, നമ്മളും ഒരു വിധത്തിൽ ഓരോ ബർബാസ്മാരാണല്ലേ? നമ്മുടെ മാരകമായ പാപങ്ങളും പിടിക്കപ്പെടാത്ത പാപങ്ങളും യേശുക്രിസ്തു ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ വെറുതെ വിട്ടോയില്ലയോ? ഇതാണ് രക്ഷയുടെ രഹസ്യം. ഇതാണ് ദൈവത്തിന്റെ നീതി. ഈ നീതിയാണ്, ഈ നീതിയിൽ വിശ്വസിക്കണം. ഇപ്പൊ ബറബ്ബാസ് എന്തെങ്കിലും ചെയ്തതുകൊണ്ടാണോ അവനെ വെറുതെ വിട്ടത്? ഇപ്പൊ അബ്രാഹത്തിന്റെ വിശ്വാസത്തിന്റെ കറക്റ്റ് മനസ്സിലാക്കി. അബ്രാഹം ഇതൊന്നും ഇല്ലാണ്ട് തന്നെ അവന് വിശ്വസിച്ചു. പ്രവൃത്തി കൂടാതെ ബറബ്ബാസ് രണ്ടാമത് അപ്പീൽ കൊടുത്തു. ബറബ്ബാസ് ഒരു പ്രവൃത്തിയും ചെയ്തില്ല. എന്നാൽ അവന്റെ പാപം അവനെതിരെ പരിഗണിക്കാതെ യേശു അവൻ